നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കരൾ രോഗങ്ങളും ഭക്ഷണക്രമവും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ശരിയായ ഭക്ഷണ രീതിയിലൂടെ കരൾ രോഗങ്ങൾ എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് ശ്രീജയയാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, കരൾ രോഗങ്ങൾ കൂടി വരുന്നത് എന്തുകൊണ്ടാണ്? ജീവിതശൈലി ആണ് കരൾ രോഗങ്ങൾ കൂടി വരാനുള്ള ഒരു കാരണം. ജീവിതശൈലി കഴിഞ്ഞ ഒരു 50 വർഷം കൊണ്ട് വളരെയധികം മാറിയിട്ടുണ്ട്. പണ്ട് കാലത്ത് വളരെ സ്ലോ ആയിട്ട് മാറിക്കൊണ്ടിരുന്ന ജീവിതശൈലി കഴിഞ്ഞ 50 വർഷം കൊണ്ട് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയതാണ് കാണുന്നത്. പണ്ട് പേപ്പറിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ നോക്കിയാൽ പല ആൾക്കാരും മരണകാരണം ഹാർട്ട് ഡിസീസ് എന്നാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ മരണകാരണം നോക്കിയാൽ മിക്കവാറും ഉള്ളതെല്ലാം കരൾ രോഗം കൊണ്ടെന്നാണ് ഇത് നമ്മൾ വായിക്കുന്നത്. അതുപോലെ തന്നെ കരൾ രോഗം പലരും ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ് ഒരുപാട് പേർക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഡോക്ടർ, ശരിയല്ലാത്ത ഭക്ഷണക്രമത്തിലൂടെ വന്നേക്കാവുന്ന കരൾ രോഗങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ ഭക്ഷണ രീതികളിലെ അശ്രദ്ധ കരളിനെ തകരാറിലാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് പറയുന്നത് പൊറോട്ട, ബീഫ്, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്. അപ്പോൾ അതായത് പെട്ടെന്ന് നമുക്ക് എല്ലാം പെട്ടെന്ന് വേണം എന്നുള്ള ഒരു ജീവിതശൈലിയിലേക്ക് പോകുമ്പോഴാണ് പല കാരണങ്ങളിലും മാറ്റം വരുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പുറമേ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണത്തിലോട്ട് പണ്ട് മാസത്തിലൊരിക്കൽ വാങ്ങിച്ചത് ഇപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും പുറമേ നിന്ന് കഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് എന്താണെന്ന് അറിയുന്നില്ല. വെള്ളം പോലും കുപ്പിയിലുള്ളതാണ് കുടിക്കുന്നത്. മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഇത് അധികം പഠനമൊന്നും കേരളത്തിൽ നടത്തിയിട്ടില്ല. മൈക്രോ പ്ലാസ്റ്റിക്സിന് ഒരുപാട് ഫാറ്റി ലിവറിൽ ഒരുപാട് അതിന് എഫക്റ്റ് ഉള്ളതാണ്. അങ്ങനെ പുറമേ ഫാസ്റ്റ് ഫുഡിൽ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെയല്ലേ അവർ ഓരോ കുഴമ്പ് രൂപത്തിലുള്ള ഓരോ നിറം കലർത്തിയ സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ തരുമ്പോൾ നമ്മൾ ഒരു മടിയും കൂടാതെ കേരളത്തിലെ പ്രബുദ്ധരായ ജനത അത് വാങ്ങി കഴിക്കുന്നുണ്ട്. നമ്മുടെ അകത്തോട്ടാണ് പോകുന്നത്. ഭക്ഷണം അകത്ത് പോയാൽ ആദ്യം പോകുന്നത് ശരീരത്തിൽ നിന്ന് ആഗിരണം ചെയ്യുന്നത് ആദ്യം പോകുന്നത് കരളിലേക്കാണ്. പോർട്ടൽ വെയിൻ എന്നുള്ള വെയിൻ വഴി എല്ലാം കരളിൽ പോയിട്ട് കരൾ ഒരു വലിയൊരു ഫാക്ടറി പോലെയാണ്. അതെല്ലാം ഫിൽട്ടർ ചെയ്ത് ഒരുപാട് സാധനം അവിടെ ചെല്ലുമ്പോൾ കരളിന് ഇത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഭക്ഷണ യോഗ്യമായിട്ടുള്ള സാധനങ്ങളല്ല പലതും ചെല്ലുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ട് പിന്നെ അതിന് ചുറ്റുമാണ് കരൾ കാലക്രമേണ മാറിയിട്ട് നോർമലായിട്ടുള്ള ഇപ്പം കാണിക്കുന്നത് തന്നെ നോർമലായിട്ടുള്ള ലിവറിൽ നിന്ന് ഒരു ചുരുങ്ങിയ ലിവറും ആയി വരുമ്പോൾ കരളിന് അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വരുന്നത്. അതിൻ്റെ ഫങ്ഷനൊക്കെ അതുപോലെ കാര്യമായി ബാധിക്കും. പല കാര്യങ്ങളും അകത്ത് ചെല്ലുമ്പോൾ എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കരൾ അതിന് പ്രതികരിക്കുന്നത്. അപ്പോൾ നമ്മളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ വേൾഡ് ലിവർ ഡേ അത് ഏപ്രിൽ 19 നാളെയാണ് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. അതിന് കൈരളി TV 2 ദിവസത്തെ പ്രോഗ്രാംസാണ് വെച്ചിട്ടുള്ളത്. ഇന്ന് ആദ്യത്തെ ദിവസത്തെയാണ്. അപ്പോൾ വേൾഡ് ലിവർ ഡേയുടെ തീം എന്ന് പറയുന്നത് ഈ വർഷത്തെ തീം ഫുഡ് ഈസ് മെഡിസിൻ എന്നുള്ളതാണ്. ഇത് നമ്മൾ പണ്ടുകാലം തൊട്ടേ ആയുർവേദത്തിൽ ശീലിച്ചതാണ്. ഭക്ഷണമാണ് മരുന്ന് എന്നുള്ള ഇത് ശീലിച്ചാണ്. പിന്നെ അതൊക്കെ നമ്മൾ മറന്നു. അതിനൊന്നും ആർക്കും ഇപ്പോൾ ഒന്നിനും സമയമില്ല. അതുകൊണ്ടാണ് ഈ ജീവിതശൈലി മാറ്റം ഇതിലേക്ക് വന്നത്. ഇനി തൊട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഏതാണ് ഭക്ഷണം നമുക്ക് ശുദ്ധമായിട്ടുള്ള കിട്ടുന്നത്, ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം എന്ന് പണ്ട് പറഞ്ഞിരുന്ന പോലെ ശുദ്ധമായ ഭക്ഷണത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുള്ളൂ. ഈ പല കരളിൻ്റെ അസുഖങ്ങളും കുറേയേറെ വന്നതിന് ശേഷം പോലും റിവേഴ്സിബിൾ ആയിട്ട് മാറ്റാൻ കഴിയും ഭക്ഷണം ഇനി മാറ്റിയാൽ തന്നെ. അപ്പം അങ്ങനെ ഒരു പഠനത്തിലേക്കാണ് ഈ വർഷം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നുള്ളത് കൊണ്ടാണ് ഫുഡ് ഈസ് മെഡിസിൻ എന്ന് ഈ വർഷത്തെ തീം പറയുന്നത്. നമ്മൾ ഫുഡിൽ ഈ വർഷം കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മരുന്ന് പിന്നെ വരുന്നുള്ളൂ, അതിൻ്റെ ഇമ്പോർട്ടൻസ്.
വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഈ വർഷത്തെ കരൾ രോഗത്തിൻ്റെ ഒരു മെസ്സേജ് തന്നെ ഫുഡ് ഈസ് മെഡിസിൻ എന്നാണ്. അപ്പോൾ കരൾ രോഗം ഒരു പരിധിവരെ തടയാൻ നമുക്ക് പാലിക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണക്രമം എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണം കറക്റ്റ് സമയത്ത് നമ്മൾ ഏറെക്കുറെ കഴിക്കാനായിട്ട് നോക്കുക. പുറത്തുനിന്നുള്ള ഫുഡ് നമ്മളെല്ലാം പുറത്തു പോയി ജോലി ചെയ്യുന്നവരാണ്. ഒരുപാട് ദൂരെ അവിടെ ഇവിടെയൊക്കെ പോയി ജോലി ചെയ്യും. നമുക്ക് പുറത്തുനിന്ന് വെള്ളം കുടിക്കാതെയും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ പരമാവധി നമ്മൾ തന്നെ ഒന്ന് സൂക്ഷിച്ചാൽ, നമുക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, പൊതുവേ നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക, നോൺ വെജിറ്റേറിയൻ എല്ലാം വീട്ടിലുണ്ടാക്കി കഴിക്കുക. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് വീട്ടിൽ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ നോൺ വെജിറ്റേറിയനാണ് കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഭക്ഷണം. അപ്പോൾ അത് ഈ ഹോട്ടലിൽ ഉടമ വാങ്ങിക്കുമ്പോൾ അയാൾ അത് ഏറ്റവും ചീപ്പായിട്ടുള്ളത് വാങ്ങിക്കാൻ നോക്കും. ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്ന് ചത്തുപോയ ജീവിയുടെ സാധനമായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നെങ്കിൽ നല്ല രീതിയിലുള്ള സാധനം വാങ്ങിച്ച് നല്ല രീതിയിൽ പ്രഷർ കുക്കറിൽ വെച്ച് ആവശ്യത്തിനുള്ള സമയം കുക്ക് ചെയ്ത് എല്ലാം എടുക്കാവുന്നതാണ്. സിസ്റ്റിക് സർക്കോസിസ് എന്നൊരു രോഗമുണ്ട്. അത് ടേപ്പ് വേമിൽ നിന്ന് വരുന്നതാണ്. ടേപ്പ് വേം എന്ന് വെച്ചാൽ ഇങ്ങനെ ചില ടേപ്പ് 5 മീറ്റർ വരെ നീളം ഉണ്ടാവും. അത് കുടലിനകത്ത് കിടക്കുന്ന ചില ജീവികളുടെ അതിൻ്റെ മുട്ട അതിൻ്റെ മീറ്റിൽ കൂടെ വരും. അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി ആവശ്യത്തിന് പ്രഷർ കുക്കറിൽ 4-5 വിസിൽ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇനാക്റ്റീവ് ആവും. അതായത് അതിന് പിന്നെ ദോഷം ചെയ്യാൻ സാധിക്കില്ല അകത്ത് പോയാലും. എന്നിട്ട് അത് കഴിച്ചാൽ യാതൊരു ദോഷവുമില്ല. പക്ഷേ പുറത്തുനിന്നൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അവർ അത്ര നേരം കുക്ക് ചെയ്യണം നിർബന്ധമില്ല. അവരുടെ വിറകും അവരുടെ ഗ്യാസും ഒന്നും അവരങ്ങനെ ചിലവഴിക്കണമെന്നില്ല. അപ്പോൾ ഇതകത്ത് ചെല്ലുമ്പോൾ സിസ്റ്റിക് സർക്കോസിസ്, അതായത് മുന്തിരിക്കുല പോലെ കരളിനകത്തോ ശരീരത്തിൽ ഏത് ഭാഗത്തിലും വരാം. ബ്രെയിനിൽ വന്നാലാണ് ഏറ്റവും കുഴപ്പം. ഫിറ്റ്സ് വരുമ്പോഴേ അറിയൂ. കരളിൽ വന്നാൽ അത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളതിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ഒരു മെഡിസിൻ കഴിക്കാവുന്നതാണ്. ബ്രെയിനിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഫിറ്റ്സ് വരും, പിന്നെ ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ. അപ്പോൾ നമ്മൾ ഏറ്റവും സൗകര്യം നോൺ വെജിറ്റേറിയൻ ഫുഡ് വീട്ടിലുണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ അങ്ങനെ ഒന്ന് സ്വന്തമായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഒരുപാട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഈ സിസ്റ്റിക് സർക്കോസിസ്. അത് കൂടാതെ തന്നെ ബാക്കി ഉള്ള ഫുഡ്, ഇപ്പോൾ ചിക്കൻ എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാടൻ ചിക്കൻ നമുക്ക് തന്നെ അറിയാം. അത് കോഴി ഇങ്ങനെ നമുക്കറിയാവുന്ന സ്ഥലത്ത് ഏതെങ്കിലും കോഴി ഇത് ധാന്യങ്ങളും ചോറും എല്ലാം കൊത്തി തിന്ന് അതിൻ്റെത് കഴിക്കാം. മീറ്റും കഴിക്കാം, മുട്ടയും കഴിക്കാം. അല്ലെങ്കിൽ ചിക്കൻ ഇപ്പം വരുന്ന എന്താ പണ്ട് കാലത്തെ പോലെയാണോ, ഒരു 50,000 മുട്ട ഇങ്ങനെ വിരിയിച്ചെടുക്കും. ഇത്ര ദിവസമാകുമ്പോൾ അതിന് ഇന്ന ആൻറ്റിബയോട്ടിക് കൊടുക്കും, മറ്റേ സ്റ്റിറോയിഡ് കൊടുക്കും. അതിൻ്റെ ചിക്കൻ്റെ മീറ്റ്, അതിൻ്റെ ഇറച്ചി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ ഹോർമോൺ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഹോർമോണൊക്കെ ശരീരത്തിൽ ഒരാളിൻ്റെ ശരീരത്തിൽ ഒരു ദിവസം 1-2 തുള്ളിയാണ് ഉണ്ടാകുന്നത്. അത് ഇത്ര കൂടിയ അളവിൽ ചിക്കന് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ അകത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ എത്ര പെൺകുട്ടികൾക്കാണ് PCOD ഉള്ളത്. ഫാറ്റി ലിവർ വളരെ മെലിഞ്ഞിട്ടുള്ളവർക്ക്, തടിച്ച ആൾക്കാർക്ക് മാത്രമല്ല ഫാറ്റി ലിവർ, മെലിഞ്ഞ ആൾക്കാർക്ക് വരുന്ന ഫാറ്റി ലിവറാണ് കൂടുതൽ ഡേഞ്ചറസ്. ലീൻ നാഷ് എന്ന് പറഞ്ഞ് അത് അത് കൂടുതൽ അത് ദോഷം ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്താൽ വളരെയധികം ഗുണം ചെയ്യും. പിന്നെ ഇപ്പോൾ പാലിയോ ഡയറ്റ് എന്ന് പറഞ്ഞ ഒരു ഡയറ്റ് ഉണ്ട്. പാലിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന പോലെ ഗുഹാമനുഷ്യരുടെ, പാലിയോലിത്തിക് എന്ന് വെച്ചാൽ ഗുഹാമനുഷ്യരുടെ കാലത്തുള്ള ഒരു ഡയറ്റാണ്. അതായത് നമ്മൾ പറയുന്ന ടാർസൻ, നമുക്കറിയാവുന്ന ഒരു ഗുഹാമനുഷ്യനാണ്. അയാൾ അത്ര ഹെൽത്തിയാണ്. അവർ കഴിക്കുന്ന ഡയറ്റിലേക്ക് പോകണം എന്നൊരു ചിന്താഗതി ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം അതുപോലെ അദ്ദേഹം ഇപ്പം അരിയും ഗോതമ്പും ഒക്കെ കൃഷി ചെയ്തും ഒന്നുമല്ല കഴിച്ചിരുന്നത്, നാച്ചുറലി അവൈലബിൾ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുന്നത്. ആ വ്യക്തമാണ്. ടാർസൻ്റെ ബോഡി കണ്ടാലും ഫുൾ മസിലാണ്. എനർജി ലെവലെന്ന് വെച്ചാൽ വളരെ ഹൈ ആണ്. എപ്പോഴും ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ല, ടാർസൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട്. അപ്പം അതുപോലെ എനർജറ്റിക് ആയിരിക്കാനും ആവശ്യത്തിൻ്റെ ഫുഡ് കഴിക്കാനും ഗുഹാമനുഷ്യൻ്റെ ഫുഡിൽ മീറ്റിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. കാർബോഹൈഡ്രേറ്റ്, അന്നജം അതിനകത്ത് തീരെയില്ല. അരി ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഷുഗർ ഒട്ടുമില്ല, ഷുഗർ അതിനകത്ത് വരുന്നില്ല.
വ്യക്തമാണ് ഡോക്ടർ. ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് പത്മനാഭ മല്ലയാണ്. പത്മനാഭ മല്ലയ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. ഹലോ ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഓക്കെ. ഡോക്ടർ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും എൻ്റെ ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു ചേട്ടൻ, പുള്ളി SD കോളേജിലെ ഒരു ഹിന്ദി പ്രൊഫസറായിരുന്നു. അത് കഴിഞ്ഞ് മറ്റേ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് പുള്ളിക്ക് ലിവർ സിറോസിസ് വന്ന് മരിച്ചു. പുള്ളി പക്ക വെജിറ്റേറിയൻ ആയിരുന്നു. അതേപോലെ തന്നെ പുള്ളിയുടെ അനിയനും 60 ആവുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തുറവൂര 60 ആവുന്നതിന് മുമ്പ് 60 വയസ്സ് പുള്ളിയും ലിവർ സിറോസിസ് വന്ന് മരിച്ചു. പക്ഷെ അത് പക്ക വെജിറ്റേറിയൻസ് ആണ്. വെള്ളം അടിക്കില്ല, ഒന്നും അഴിക്കില്ല. പക്ഷെ ഈ ഒരു പ്രശ്നമുണ്ട്, മരിച്ചുപോയി രണ്ടുപേരും. അപ്പൊ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അതിനെക്കുറിച്ച് പ്രതിപാദിച്ചോന്ന് ഞാൻ ഫുള്ളായിട്ട് അധികം ശ്രദ്ധിച്ചില്ല. സോറി. ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. ഒഴിവാക്കാനായിട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. കറക്റ്റാണ് ചോദിക്കുന്നത്. ഒരു വലിയ ഒരു ടോപ്പിക്കിലേക്കാണ് താങ്കൾ ഇപ്പോൾ ശ്രദ്ധ തിരിച്ചുവിട്ടിരിക്കുന്നത്. സിറോസിസ് പല പല കാരണങ്ങൾ കൊണ്ടുവരാം. അതിൽ ഏറ്റവും അധികം കൂടുതൽ നമ്മുടെ നാട്ടിൽ ആൽക്കഹോളാണ്. ഇത് കൂടാതെ ഹെപ്പറ്റൈറ്റിസ്, സൈലൻറ്റ് കില്ലർ എന്ന് പറയും. ഹെപ്പറ്റൈറ്റിസ് വൈറസ് B അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് C അറിയാതെ കിടക്കുന്നതാണ്. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയും. നമ്മൾ അന്റാർട്ടിക്ക അവിടെയൊക്കെ വലിയ ഐസ്ബർഗിൽ കപ്പലിടിച്ച് ആണ് അപകടം സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു അറ്റം മാത്രമേ മുകളിൽ കാണൂ, ബാക്കി മുഴുവൻ അടിയിലായിരിക്കും. അതുപോലെയാണ് ഹെപ്പറ്റൈറ്റിസ് B, C ലോകത്തെമ്പാടും ഉള്ളത്. നമുക്ക് വല്ലപ്പോഴും നമ്മുടെ മുമ്പിൽ സിറോസിസ് വന്നതിന് ശേഷമാണ് നോക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് B പോസിറ്റീവാണ്, ഹെപ്പറ്റൈറ്റിസ് C എന്ന് പറഞ്ഞറിയാം. അല്ലെങ്കിൽ അറിയാതെ ഒരുപാട് പേര് പോപ്പുലേഷനിലുണ്ട്. നമ്മളത് കംപ്ലീറ്റ് പോപ്പുലേഷൻ സ്ക്രീൻ ചെയ്ത് അത് ചികിത്സിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് കാണുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്ക് എല്ലാം അത് അറിയാതെ കിടന്നാൽ സിറോസിസ് വരും. അതുകൊണ്ട് പലപ്പോഴും ചിലർ എന്തെങ്കിലും കാറ്ററാക്ട് സർജറി അല്ലെങ്കിൽ ഹെർണിയ സർജറി അതിനൊക്കെ വരുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത് ടെസ്റ്റ് ചെയ്താലേ ഉള്ളിലേക്ക് വിടൂ. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ പോസിറ്റീവ് ബ്ലഡ് ഡൊണേഷന് വരുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ അറിയാതെ കിടന്നാൽ സിറോസിസ് ആയിട്ട് വരാം. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ B പോസിറ്റീവ് ആണെങ്കിൽ Bയുടെ ട്രീറ്റ്മെൻറ്റ്, C ഒക്കെ ഒരു പരിധി വരെ ഏർലി സിറോസിസ് ആണെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാനും ലിവർ ക്യാൻസർ വരുന്നത് ഒരു പരിധി വരെ തടയാനും എല്ലാം ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കാര്യമായ രീതിയിൽ അത് സാധിക്കുന്നതാണ്. അപ്പോൾ അത് നോക്കണം. അതുകൂടാതെ ഫാറ്റി ലിവറിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്. എല്ലാ ഫാറ്റി ലിവർ ഉള്ളവരെയും പേടിപ്പിക്കാൻ പറയുന്നതല്ല. പക്ഷേ നമ്മുടെ മോശമായ രീതിയിൽ ഫുഡ് കൊണ്ടുവരുന്ന ഫാറ്റി ലിവറിന് ഒരുപാട് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് സിറോസിസ് ഇപ്പോൾ പെട്ടെന്ന് വരുന്നുണ്ട് ആൾക്കാർക്ക്. ഇപ്പോൾ ഫാറ്റി ലിവർ വരുമ്പോൾ നമ്മൾ കുറച്ച് തടിയുള്ള ശരീരമുള്ളവർക്ക് ഫാറ്റി ലിവർ വരാം, കുറച്ച് ഏജ് കഴിഞ്ഞാലും ഫാറ്റി ലിവർ വരാം. നമ്മളെപ്പോഴും അത് ഫാറ്റി ലിവർ മോണിറ്റർ ചെയ്തിട്ട് ഇതുപോലത്തെ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുന്ന ഡയറ്റുകളിലേക്ക് കയറിയാൽ നല്ല രീതിയിൽ ഫാറ്റി ലിവർ കുറയ്ക്കാൻ പറ്റും. പിന്നെ സാറോഗ്ലിറ്റർസർ എന്ന് പറയുന്ന മരുന്നുണ്ട്. കൊളസ്ട്രോൾ, ഷുഗറൊക്കെ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്ത് സാധാരണ കൊടുക്കുന്ന മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇത് വരുമ്പോൾ അങ്ങനെയുള്ള മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ടും ഫാറ്റി ലിവർ ഒരു പരിധി വരെ റിവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് റീകോമ്പൻസേഷൻ ഓഫ് സിറോസിസ് എന്ന് പറയും. അതായത് സിറോസിസ് വന്നതിന് ശേഷം തിരിച്ച് ലിവറിൻ്റെ നല്ലൊരു ഭാഗം രക്ഷപ്പെടും എന്നുള്ള ഇതുണ്ട്. പിന്നെ എക്സസൈസിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ ആണ് സിറോസിസ് ജനിതകമായ കാരണങ്ങൾ കൊണ്ടുവരാം, ജനിതകമായിട്ടുള്ള പലവിധ അസുഖങ്ങൾ കൊണ്ടുവരാം. അത് വളരെ ചെറിയ ഒരു ശതമാനം ആൾക്കാർക്കേ വരുന്നുള്ളൂ. ഹീമോക്രോമറ്റോസിസ്, വിൽസൺ ഡിസീസ്. അപ്പോൾ അതിനെപ്പറ്റി ഇവിടെ പറയാനായിട്ടൊരു സമയം അനുവദിക്കുന്നില്ല. പിന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ടൈം റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് എന്ന് പറയും, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അതുകൊണ്ടും ഫാറ്റി ലിവർ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് 16:8 ഡയറ്റ് എന്ന് പറയും. അതായത് നമ്മൾ 24 മണിക്കൂർ 3ആയി ഭാഗിക്കുക. 8 മണിക്കൂർ ഉറക്കം. അത് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ 7 മണിക്കൂർ അങ്ങനെ ആയാലും കുഴപ്പമില്ല. 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ ഭക്ഷണം, 8 മണിക്കൂർ വയറ് ഫുഡില്ലാതെ ഒഴിച്ചിടുക. ആ സമയം വെള്ളം, നാരങ്ങ വെള്ളം, കട്ടൻ ചായ, കട്ടൻ കാപ്പി, ഇതൊക്കെ അതായത് 0 കാലറീസ്, മധുരം ഇല്ലാതെ അത്രേ കുടിക്കാൻ പറ്റൂ. 8 മണിക്കൂർ ഭക്ഷണം. ഈ 8 അതായത് രാവിലെ ഒരു 10 മണിക്ക് കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ 6 മണി വരെ. ആ സമയം കട്ടൻ ചായയല്ല, പാലൊഴിച്ചതും പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. സാധാരണ ഭക്ഷണം 8 മണിക്കൂർ സാധാരണ രീതിയിൽ കഴിക്കാവുന്നതാണ്.
വ്യക്തമാണ് അതിനും ഡോക്ടർ. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഡോക്ടർ, കരൾ രോഗങ്ങൾ എങ്ങനെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ സാധിക്കും? ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കരൾ രോഗം പലപ്പോഴും അതിന് കോമ്പൻസേറ്റഡ് എന്ന് പറയും. കരൾ രോഗം പലതരത്തിൽ വരാം. ആദ്യം അക്യൂട്ടായിട്ടുള്ള ഒരു കരൾ, അതായത് ഇപ്പം നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ഇപ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, പണ്ട് കേരളത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ ഇല്ലായിരുന്നു. അത്ര ശുദ്ധമായ വെള്ളമാണ് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. മലത്തിൽ കൂടെ വരുന്ന വൈറസ് അത് വെള്ളത്തിൽ കൂടെ കലർന്നിട്ട് വരുന്നതാണ്. അത് കേരളത്തിൽ ഇല്ലാത്ത അസുഖമായിരുന്നു. ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് പേര് ലിവർ ഫെയിലിയറിലേക്ക് പോയി മരിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ കാര്യമായ രീതിയിൽ അതൊരു അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ് വരും. അത് 6 മാസത്തിനകമാണ് പെട്ടെന്ന് ഈ ലിവറിൽ നമുക്കിപ്പം ക്ലൈമറ്റ് ചേഞ്ച് പറയുന്ന പോലെ ഇടിയും മിന്നലും പോലെയാണ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്. പെട്ടെന്ന് വരെ ആൾക്കാർ ഛർദിൽ, ഒരു പ്രോഡ്രോം എന്ന് പറയും, ആദ്യം ഒരു ശരീരം വേദന, പനി, ഛർദിൽ, ജോയിൻറ്റ് പെയിൻ അങ്ങനെയൊക്കെ വന്നതിന് ശേഷം പെട്ടെന്ന് മഞ്ഞപ്പിത്തം, പിന്നെ ഭയങ്കര ക്ഷീണം, അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ. പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പോകും. സാധാരണ 95% റിക്കവർ ചെയ്ത് പോകും. 5% ഓൾറെഡി എന്തെങ്കിലും ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഇതും കൂടെ വന്നു കഴിയുമ്പോൾ ഇത് വൈറസിൽ, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞ വൈറസിൽ ഭക്ഷണത്തിൽ കൂടെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഭക്ഷണം കാര്യമായ രീതിയിൽ നോക്കണം. കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുന്നതാണ് അതിനുള്ള ചികിത്സ. കംപ്ലീറ്റ് റെസ്റ്റ്. കൂടാതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൂടുതലായി തോന്നും, മഞ്ഞ കൂടുതൽ നിൽക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. ചുരുക്കം ചിലർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് വരെ വേണ്ടി വരും. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ 2-3 വർഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അകത്ത് ലിവർ ഡിസീസ് അറിയാതെ കിടക്കുന്നതാണ് ഒരു പ്രക്രിയ. 90% ലിവറിൻ്റെ ഫങ്ഷനും ബാധിച്ചതിന് ശേഷം മാത്രമേ പലപ്പോഴും ക്രോണിക് ലിവർ ഡിസീസ് പുറത്തറിയാൻ സാധിക്കും. ഇപ്പം പിക്ചറിൽ അതിനകത്ത് കാണിക്കുന്ന പോലെ വിഷ്വൽസിൽ ലിവറിൽ അകത്ത് അത് ചുരുങ്ങി ചകിരി പോലെ ആവുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ലിവർ ഒരു രക്തം നിറഞ്ഞ ഒരു ഓർഗനാണ്. രക്തം ഇത്രയും ഹാർഡായി കഴിഞ്ഞാൽ രക്തം അകത്തോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചാൽ ആദ്യം പോർട്ടൽ വെയിനിലേക്കാണ് ആഗിരണം ചെയ്ത് എല്ലാം ലിവറിലേക്ക് കൊണ്ടുപോയി കംപ്ലീറ്റ് ലിവർ എന്നുള്ള ഒരു ഫാക്ടറി ഫുൾ ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ അത് പുറത്തേക്ക് ബാക്കിയുള്ള ഓർഗൻസിലേക്ക് പോവുള്ളൂ. എന്നാലേ കിട്ടിയ ഭക്ഷണത്തിൽ നിന്നുള്ള നല്ല കാര്യങ്ങളെല്ലാം എല്ലാ സ്ഥലത്തും സപ്ലൈ ചെയ്യാനായിട്ടുള്ള രീതിയിൽ അതാക്കിയെടുക്കും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പതുക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് പോയും ഓരോ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോഴും അവിടെ ഇവിടെ ഇരിക്കുന്ന എല്ലാം അതുപോലെ തന്നെയാണ് വേറൊരു സാധനം. ഈ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ അത് വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയില്ല അതെന്താണെന്ന്. അങ്ങനത്തെ സാധനം എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. നല്ല ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. വേറെ ഇതൊന്നും കഴിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് കഴിക്കുന്നതുകൊണ്ട് ഗുണം എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ദോഷം തീർച്ചയായിട്ടും ഉണ്ട്. പല ആൾക്കാരും അത് കാരണം ലിവർ ഫെയിലിയറൊക്കെ ആയിട്ട് വരാറുണ്ട്. വരുമ്പോൾ പരസ്യമാണ്. ആർക്കും നമുക്ക് അങ്ങനെ പരസ്യം ചെയ്യരുതെന്ന് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യയുടെ നിയമപ്രകാരം അങ്ങനെ പരസ്യം ചെയ്ത ആൾക്കാരെ കൊണ്ട് മരുന്നിന് സമമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിപ്പിക്കരുതെന്നുണ്ടെങ്കിലും പരസ്യം വളരെ വ്യാപകമായിട്ടുണ്ട്. അത് കണ്ട് എല്ലാം അറിയുന്ന ആൾക്കാർ പോലും വാങ്ങി അത് കഴിക്കുന്നതുകൊണ്ട് ലിവർ ഫെയിലിയറായിട്ട് വരുന്നതുകൊണ്ട് അത് പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയുമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്കാർ വലിയ കേസൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പം നമുക്ക് സ്വയം അതങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി. അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ. പിന്നെ ഒരുപാട് കാലം നമ്മൾ ബാക്കി മെഡിസിൻ, ഇപ്പം ആയുർവേദ മരുന്നെന്ന് വെച്ചാൽ വളരെ നല്ല ഇഫക്റ്റുള്ള മരുന്നുകളാണ്. പക്ഷേ അത് ഫ്രഷായിട്ട് ഉണ്ടാക്കി വേണം അത് വാങ്ങിച്ച് കഴിക്കാൻ. ആയുർവേദ കോളേജിലൊക്കെ എന്തെല്ലാം മരുന്നുകൾ ഫ്രഷായി ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെയല്ല മാസങ്ങളോളം ഇങ്ങനെ ഷെൽഫിൽ ഇരിക്കുന്നത്. അതിനകത്തൊക്കെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് കഴിക്കുമ്പം കിഡ്നി സ്റ്റോണും ഇതൊക്കെ വരുന്നുണ്ട്. നമ്മൾ അതൊക്കെ ഒരു പരിധി വരെ കുറച്ചേ കഴിക്കാവൂ. സാധാരണ ആൾക്കാർ പറയുന്നത് വെച്ചാൽ അലോപ്പതി മരുന്നിന് ഒരുപാട് ദോഷമുണ്ട്, ബാക്കിയെല്ലാം വളരെ സേഫാണ്. അത് ശരിയല്ല. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ ഒരുപാട് പേർക്ക് സിറോസ് വരും. അതുപോലെ എപ്പോഴും പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. ചെറിയ വേദനയ്ക്ക് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി പെയിൻ കില്ലേഴ്സ് വളരെ ദോഷം ചെയ്യുന്ന സാധനമാണ്. ഡോക്ടർ, ഈ വർഷത്തെ കരൾ ദിന തീമായ ഫുഡ് ഈസ് മെഡിസിൻ എന്ന മെസ്സേജ് ഡോക്ടർക്ക് എന്താണ് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്? നമ്മൾ ഈ ഒരു വർഷം നമ്മുടെ
നമ്മൾ അകത്തോട്ട് എന്താണോ വായ്ക്കകത്തോട്ട് വെക്കുന്നതെന്നുള്ളതിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക. ഒരുപാട് കൊക്കോകോള, പെപ്സി ഇതൊന്നും കുടിക്കരുത്. നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ സോഡ, ലൈം അതെല്ലാം കുടിക്കാവുന്നതാണ്. കളറ് ചേർന്നതെല്ലാം കംപ്ലീറ്റായിട്ട് ഒഴിവാക്കുക. ആൽക്കഹോൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭക്ഷണം നമ്മൾ റെഡ് മീറ്റ് പണ്ട് ഒഴിവാക്കാൻ പറയും. റെഡ് മീറ്റ് എന്ന് വെച്ചാൽ മട്ടൺ, പോർക്ക്, ബീഫ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മട്ടൺ, പോർക്ക്, ബീഫാണ് ചിക്കനെയും മുട്ടയേക്കാൾ സേഫ്. ഇത്രയും മരുന്ന് കൊടുത്തുണ്ടാക്കുന്ന ചിക്കനേക്കാൾ എന്തുകൊണ്ടും സേഫ് മട്ടണും പോർക്കും ബീഫുമാണ്. അതുപോലെ തന്നെ നമ്മൾ പരമാവധി ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നത് പുറത്തുനിന്ന് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക, വീട്ടിൽ നിന്ന് മീറ്റെല്ലാം സ്വന്തമായി വീട്ടിനകത്തുനിന്ന് മാത്രം കഴിക്കുക. ബാക്കി പുറത്തുനിന്നുള്ള ഭക്ഷണം ഹെപ്പറ്റൈറ്റിസ് എയും ഒക്കെ പുറമേ ഒരുപാടുള്ളതുകൊണ്ട് ചൂടുള്ള സാധനങ്ങൾ കഴിക്കാൻ നോക്കുക. ബാക്കി അന്നജം നന്നായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതാണ് ലിവറിന് ഏറ്റവും സേഫായിട്ടുള്ളത്. ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഫുഡിന് ഇത് ചെയ്യുക. പിന്നെ ജിമ്മിലൊക്കെ പോകുന്നവർ അവിടെ നിന്ന് കിട്ടുന്ന അവർ പറയുന്ന മെഡിസിൻ പോയി ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യാം. പക്ഷേ മെഡിസിൻ പൗഡർ, പ്രോട്ടീൻ പൗഡർ, അതൊന്ന് ക്രിയാറ്റിൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ വരുന്നുണ്ട്. ഇമ്പോർട്ടഡ് സാധനം ഒരു മാസം 6000-7000 രൂപയ്ക്ക് ഒന്നും കഴിക്കണ്ട. ഫുഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ പ്രോട്ടീൻ കൂടുതൽ വീട്ടിലുണ്ടാക്കി കഴിക്കൂ, അത് മതി. പിന്നെ പെയിൻ കില്ലേഴ്സിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പിന്നെ ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്യുക. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് LFT എന്ന് പറഞ്ഞ് ചെക്കപ്പ് ചെയ്യുക. ആരെങ്കിലും അടുത്ത് പോയി കാണിക്കുക. ഷുഗർ കൺട്രോളൊക്കെ വയ്ക്കുക. വ്യക്തമാണ് ഡോക്ടർ. കരൾ രോഗവും ഭക്ഷണക്രമവും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ S. ശ്രീജയാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമസ്കാരം.